സംശയരോഗം ഉണ്ടായിരുന്നു അവന്. ആ കാരണം പറഞ്ഞു വെച്ചാൽ അവൻ്റെ നിസ്സാര കാര്യങ്ങളാണ്. അവള് നല്ല വെളുത്തിന് അവൻ ലേശം കറുത്തനാണ്. ആ കൊച്ചിൻ്റെ നിറം പോലും അവൻ സംശയിക്കുകയാണ്. അവൻ കൊച്ചു വെളുത്താണ്. അവൻ പറഞ്ഞു കൊച്ച് എൻ്റെ നിറം കിട്ടാത്ത എന്താ എൻ്റെ കൊച്ച് എന്നൊക്കെ ചോദിക്കും. ഇങ്ങനെയൊക്കെ സംഭവിച്ച എൻ്റെ സഹോദരിയുടെ മകളാണ്. ഇന്നലെ വൈകുന്നേരം ഒരു 5:30 വീട്ടിൽ വെച്ചാണ് ആത്മഹത്യ ചെയ്തത്. കഴിഞ്ഞ 5 വർഷം 2020 ജനുവരി 21 അവളുടെ വിവാഹം. കൂളിത്തെട്ട് സ്വദേശി കുഴികുള വീട്ടിൽ ജിനീഷ് ആയിരുന്നു അവളെ വിവാഹം ചെയ്തത്. അപ്പം സ്ത്രീധനമൊന്നും വേണ്ട, പെണ്ണിനെ മാത്രം മതി എന്ന് പറഞ്ഞാണ് വിവാഹം ചെയ്തത്. നല്ല രീതിയിൽ വിവാഹം നടത്തി കൊടുക്കുകയും അറേഞ്ച് മാരേജ് ആയിരുന്നു. അവിടെ ചെന്നൊരു 3-4 മാസത്തിന് ശേഷം അവർ സ്ത്രീധനത്തിൻ്റെ പേരിലും മറ്റു കാര്യങ്ങളും പറഞ്ഞ് അവൾ സ്ഥിരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അതുപോലെ തന്നെ അങ്ങനെ പലതവണ വീട്ടിൽ വരികയും പിന്നീടൊരു കുഞ്ഞുണ്ടായി. അപ്പോഴും പലതവണ വീട്ടിൽ ഉപദ്രവവും കാര്യങ്ങളുണ്ടായിരുന്നു. അവൻ്റെ വീട്ടുകാരും അച്ഛനും അമ്മയും ഒക്കെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പലതവണ രാത്രികളിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഇരിട്ടി പോലീസ് സ്റ്റേഷനിലും ഉളിക്കൽ പോലീസ് സ്റ്റേഷനിലും 2-3 തവണ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പരാതിയിലൊക്കെ സ്റ്റേഷനിൽ വെച്ച് സമാധാന ചർച്ചയിലൂടെ അവരെ ഒന്നിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം വീണ്ടും ഇതുപോലെ തന്നെ അവന് രാത്രി 12 മണിക്കാണ് വീട്ടിൽ വരിക. മദ്യപിച്ച് ബഹളം വെക്കാറുണ്ട്. പിന്നെ കൊച്ചിനും അവളെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ 15-ാം തീയതി, വിഷു കഴിഞ്ഞ പിറ്റേ ദിവസം 15-ാം തീയതി രാത്രി അവളെ ഒരുപാട് ഉപദ്രവിച്ചു. വീട്ടിലവർ അവളുടെ അമ്മയും മറ്റും വണ്ടി കൂട്ടിപ്പോയിട്ട് അവളെ രാത്രി കൊച്ചിനെ അവളെ എടുത്തുണ്ട്. ആ വരുന്ന സമയത്ത് കൊച്ചിൻ്റെ ദേഹത്തുള്ള ആഭരണങ്ങൾ മുഴുവൻ അവൻ ഊരി വാങ്ങിയിട്ടാണ് കൊച്ചിനെ പോലും കൊടുത്തു വിട്ടത്. അതിനുശേഷം അങ്ങനെ ഉളിക്കൽ സ്റ്റേഷനിൽ ഞങ്ങൾ വീണ്ടും പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഉപദ്രവം ഉണ്ടായിരുന്നവർ രാഖി വീടുന്ന പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ പല തവണയായിട്ട് ഫോണിൽ വിളിച്ചിട്ട് അവളെ ഫോണിലേക്ക് വിളിച്ച് അവൻ ഭീഷണിപ്പെടുത്തി മറ്റു കാര്യങ്ങൾ ചെയ്തിരുന്നു. പോലീസിൻ്റെ പരാതി പിൻവലിക്കണം മറ്റും പറഞ്ഞിട്ട് അങ്ങനെ പരാതി. അതിനുശേഷമാണ് അവൾ ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ മരണത്തിന് കാരണം എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും ബന്ധുക്കളുമാണെന്ന് കുറിപ്പ് എഴുതി വെച്ചാണ് 5:30 അവൾ വീട്ടിൽ വെച്ച് തന്നെ ആത്മഹത്യ ഉണ്ടായത്. അപ്പം അങ്ങനെ സ്കൈ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് മരണം സ്ഥിരീകരിക്കപ്പെട്ടത്. അവന് സംശയപരമായ രോഗമുണ്ട്. പിന്നെ സ്ത്രീധനത്തിനെ പറ്റി ഭയങ്കര പ്രശ്നമുണ്ടായിരുന്നു. കാരണം അവർ അന്ന് പെണ്ണാലോചിച്ച് വന്ന സമയത്ത് നമുക്ക് സ്ത്രീധനമായിട്ട് ഒന്നും വേണ്ട, പെണ്ണിനെ മാത്രം മതി എന്ന് പറഞ്ഞാണ് വിവാഹം ചെയ്തത്. ഞങ്ങൾ സാധാരണ ഫാമിലിയാണ്. അപ്പോൾ അവരും ആ രീതിയിലുള്ള ഫാമിലി തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട് 2 വീട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നല്ല രീതിയിൽ അറേഞ്ച് മാരേജ് നടത്തി വിട്ടതാണ്. ഒരു ആർഭാടത്തോടുകൂടി തന്നെ വിവാഹം ചെയ്ത് വിട്ടതാണ്. കല്യാണത്തിന് ശേഷം ഒരു കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് അവന് സ്വർണം പോരാ, അതുപോരാ, ഇതുപോരാ എന്നും പറഞ്ഞു അങ്ങനെ പലതവണ അവരോട് മാറി താമസിക്കാൻ ഞങ്ങൾ തന്നെ വീട് വാടകയ്ക്കെടുത്ത് തൽക്കാലത്തെ മാറി താമസിക്കാൻ പറഞ്ഞപ്പോഴും അവർ സമ്മതിച്ചിട്ടില്ല. അവൻ്റെ വീട്ടിൽ നിന്ന് വിട്ടു വരില്ല എന്നും പറയുകയായിരുന്നു. പിന്നെ അവൻ്റെ വീട്ടുകാരുടെ ഉപദ്രവവും കാര്യങ്ങളുണ്ടായിരുന്നു. അവൻ്റെ ഒരു കൂട്ടുകുടുംബമാണ്. അവൻ്റെ അച്ഛനും അമ്മയും, അച്ഛൻ്റെ അമ്മ, അവൻ്റെ സഹോദരിയുടെ കുട്ടികൾ എല്ലാവരും ഒന്നിച്ച് താമസിക്കുന്ന വീടാണ്. സംശയരോഗം ഉണ്ടായിരുന്നു അവന്. കാരണം പറഞ്ഞു വെച്ചാൽ അവൻ്റെ നിസ്സാര കാര്യങ്ങളാണ്. അവള് നല്ല വെളുത്തിന് അവൻ ലേശം കറുത്തനാണ്. ആ കൊച്ചിൻ്റെ നിറം പോലും അവൻ സംശയിക്കുകയാണ്. അവൻ കൊച്ചു വെളുത്താണ്. അവൻ പറഞ്ഞു കൊച്ച് എൻ്റെ നിറം കിട്ടാത്ത എന്താ എൻ്റെ കൊച്ച് എന്നൊക്കെ ചോദിക്കും. ഇങ്ങനെയൊക്കെ. പിന്നെ മാത്രമല്ല അവർ വീട്ടുകാർ മൊത്തം ഒരു അന്ധവിശ്വാസത്തിൻ്റെ പുറകെ പോവുകയാണ്. അതായത് എന്നോട് ഈ പല പ്രശ്നങ്ങളുണ്ടായ സമയത്ത് ഞങ്ങൾ അവരോട് സമാധാനിപ്പിക്കാൻ ചെല്ലുന്ന സമയത്ത് അവർ പറയുന്നത് വീട്ടിൽ പൂജ കഴിക്കണം, അത് ചെയ്യണം, അവിടെ ചെല്ലണം, പ്രശ്നം വെക്കണം, അങ്ങനെയുള്ള ഒരു അന്ധവിശ്വാസത്തിൻ്റെ പാതയിലേക്കാണ്. അപ്പോൾ അതിനൊന്നും ഞങ്ങൾ അനുവദിച്ചില്ല. ഇന്ന് ഈ 21-ാം നൂറ്റാണ്ട് എൻ്റെ പുറകെ ആവശ്യമില്ല. നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ അവരാണ് ശ്രമിക്കേണ്ടതെന്ന കാര്യങ്ങളൊക്കെ അവരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് പലതവണ പരാതി കൊടുത്തിട്ടുള്ളത്. ഒത്തുതീർപ്പ് സമയങ്ങളിലൊക്കെ എന്താണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്? ഒത്തുതീർപ്പ് ഒരു 6 മാസത്തോളം തന്നെ ഇവർ വിഷയം ഉണ്ടായ ശേഷം ഞങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവൻ പിന്നെ വന്ന് വീട്ടിൽ വന്ന് ക്ഷമ പറയും, എൻ്റെ ഭാഗത്ത് ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ ക്ഷമ പറഞ്ഞിട്ട് അവളെ തന്നെ സമാധാനിപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോവാണ് ചെയ്തിട്ടുള്ളത്. അന്ന് ഭീഷണിപ്പെടുത്തിണ്ടായിരുന്നു. അവൾ വീട്ടിൽ നിന്ന് അവളുടെ അനുജനുണ്ട്, ഒരു 10 വയസ്സുള്ളൂ. അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞേച്ചി വീട്ടിൽ നിന്ന് കരയുന്നുണ്ടായിരുന്നു. ഫോണിൽ വിളിച്ച് ഫോണിൽ കൂടെ ഒത്തിരി കരയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുട്ടികൾ മുറ്റത്ത് കളിക്കുകയായിരുന്നു. നിസ്സാര സമയം കൊണ്ടാണ് സംഭവിച്ചത്. ഈ മരണം നടന്നതിന് ശേഷം ഇവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒന്നുമില്ല. അത് കഴിഞ്ഞ് കുറേയൊക്കെ സമയം കഴിഞ്ഞിട്ട് അവളുടെ ഹസ്ബൻഡ് വിളിച്ചിട്ട് അവളെ വിളിച്ച് ചോദിച്ചു സ്നേഹക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. അത് മാത്രമേ ചോദിച്ചുള്ളൂ. അതിനുശേഷം അവനെ പിന്നീട് നമ്മൾ അങ്ങോട്ട് വീട്ടിലോട്ടോ ഹോസ്പിറ്റലിലോട്ടൊന്നും അവൻ വന്നിട്ടില്ല. പിന്നെ അവൻ്റെ വീട്ടിൽ നിന്ന് മറ്റേ പോലീസ് അറസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഇത് ശാരീരിക പീഡനം ഉണ്ടായിരുന്നു. രാത്രി 12 മണിക്കൊക്കെ അവിടെ നിന്ന് ഉപദ്രവിച്ച ശേഷം നാട്ടുകാരൊക്കെ കൂടി അവരുടെ അയൽവാസികളും അവരുടെ വാർഡ് മെമ്പറൊക്കെ സംബന്ധിച്ച് അവിടെ ഞങ്ങൾ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. അല്ല, അന്നും ആ സമയത്ത് ഇവർ കോംപ്രമൈസ് ആയിട്ട് പോകാന്നുള്ള രീതിയിലായിരിക്കാം പോലീസ് സമൂഹത്തിൽ വിട്ടിട്ടായിരിക്കാം. സ്നേഹ വീട്ടിൽ തന്നെ ഡ്രസ്സൊക്കെ തയ്ക്കുന്നുണ്ടായിരുന്നു. അവളുടെ ആവശ്യങ്ങളൊക്കെ നമുക്ക് അവളെ തന്നെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, സമ്പാദിക്കുന്നുണ്ട്. ഒരു കൊച്ചേ ഉള്ളൂ. കൊച്ചിൻ്റെ കാര്യങ്ങൾ നോക്കണം, അത്രയേ ഉള്ളൂ. ചെറിയ കൊച്ചാണ്, 3 വയസ്സല്ലേ ഉള്ളൂ. അപ്പം പുറത്ത് ജോലിക്ക് പോകാനുള്ള സാഹചര്യമില്ല. അവൾ നഴ്സിംഗ് മറ്റു പഠിച്ചതാണ്, പ്രൈവറ്റായിട്ട് പഠിച്ചതാണ്.